ഹലോ ഐഡിയേഴ്സ്, നമുക്ക് ഇനി നോക്കാനുള്ളത് ഫലവും ചലനവും എന്ന ഭാഗമാണ് അല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചലനം എന്താണ്, വിവിധതരം ചലനങ്ങള്, അതിന് ഉദാഹരണങ്ങള് ഒക്കെ കണ്ടതാണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. അപ്പോ ആദ്യം ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യം തന്നെ നോക്കാം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലിപ്പിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാല്? ചലിക്കാത്ത അവസ്ഥ, അതായത് അതിന് ഒരു ചലനവും ഇല്ല, അത് മിണ്ടാണ്ട് ഇങ്ങനെ അതവിടെ തന്നെ ഇരിക്കുകയാണ്, അനങ്ങാതിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാളിനെ നമ്മൾ ചലിപ്പിക്കണം എന്ന് വിചാരിക്കാം. അതായത് ഒരു കല്ലാണ് വിചാരിച്ചോ. ഈ കല്ലിനെ നമ്മൾ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒറ്റ തട്ട് കൊടുക്കാം അല്ലെ. ഇവിടെ നിന്ന് ഒരു അങ്ങോട്ട് തള്ളി വിടാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പിടിച്ചിങ്ങോട്ട് വലിച്ചു കൊണ്ടുപോവാം. എന്ത് വേണമെങ്കിലും എന്താണ്, നമ്മൾ ഒരു ബലം അവിടെ കൊടുക്കണം അല്ലേ. ഒരു ബലം കൊടുക്കാതെ ഈ കല്ല് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തില്ല. ഒരു ബലം നമുക്ക് അവിടെ അത്യാവശ്യമാണ്. ഇനി വാ, നമുക്ക് നേരെ ഗ്രൗണ്ടിലോട്ട് പോവാം. ഗ്രൗണ്ടിലോട്ട് പോയി നോക്കുമ്പോൾ ഇതാ ഇവിടെ ഇവരൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണേ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഇവൻ ചെയ്യണത്. ഈ മഞ്ഞ ഡ്രസ് ഇട്ട ഈ കുട്ടിയിലെ എന്താ ചെയ്യണത്? ആദ്യം അവന്റെ ഈ ബോൾ ഇവിടെ ആയിരുന്നു, അതിങ്ങനെ നിശ്ചലാവസ്ഥയിൽ ഇരിക്കാന്ന് വിചാരിച്ചോ. ആ ബോളിന് അവൻ ഒറ്റ തട്ട്. അപ്പൊ എന്ത് ചെയ്തു? നിശ്ചലാവസ്ഥയിലുള്ള ആ പന്ത് തറയിൽ നിന്നും എന്താണ് അത് ചലിക്കാൻ അവൻ എന്ത് ചെയ്തു? അവന് കാലുകൊണ്ട് ഒരു ബലം അവിടെ കൊടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോഴാണ് നിശ്ചലാവസ്ഥയിരിക്കുന്ന ബോള് അല്ലെങ്കിൽ ആ പന്ത് അവിടെ നിന്ന് ചലിച്ചത്. ആ ബോൾ ഇങ്ങനെ പോയി 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 ഇവിടെ എത്തിയിട്ടോ. ഇവൻ തട്ടിയ ബോള് ഇവിടെ എത്തിന്ന് വിചാരിക്കാം. അപ്പോ ഈ കുട്ടിക്ക് തോന്നി, ഈ ബോളിന്റെ ദിശയെന്ന് മാറ്റണം, അതിന്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റണം. അത് ഇങ്ങോട്ട് പോകണ്ട, അപ്പുറത്തേക്ക് പോട്ടെ, ഇനി ഇങ്ങോട്ട് പോകണ്ട, സൈഡ് മാറ, അതായത് ദിശ മാറട്ടെ പറഞ്ഞിട്ട് അവള് ഒരു തട്ടൻ കൊടുത്തു. അപ്പോ ഇവിടെ ഇവൻ ചെയ്തത് എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള ഒരു ഈ പന്തിനെ അവൻ ചലിപ്പിച്ചു, അതിനൊരു ഫലം കൊടുത്തു. ഇവള് പറഞ്ഞു അങ്ങനെ ഈ ദിശയിലോട്ട് പോകണ്ട, ആ ദിശയിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ബലം ഇവിടെ കൊടുത്തപ്പോ അവിടെ എന്തായി? അവിടെ ആ പന്തിന്റെ ദിശ മാറാനും അവളെ എന്താ കൊടുത്തത്? ഒരു ബലം കൊടുത്തു അല്ലേ. അങ്ങനെ ഇവളെ ദിശ മാറ്റി വിട്ട ബോൾ ഇങ്ങനെ ഇവിടെ എത്തി. അപ്പൊ തന്നെ നോക്ക്, ഇത് റെഡ് കളറായി. ഇതുവരെ ഇവിടെ നീല കളറായിരുന്നു അല്ലേ ഈ ബോള്, ഇവിടുത്തെ ഇപ്പൊ ചുവപ്പ് കളറായി. ഇവൻ എന്ത് ചെയ്തു? ഇവൻ ചാടി പിടിക്കാണ്. അതായത് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, ചലിച്ചുകൊണ്ട് വരണ ഈ ബോളിനെ അവൻ കയ്യിൽ ക്യാച്ച് പിടിച്ചു. ഈ ഗോൾ കീപ്പർ എന്ത് ചെയ്തു? അവനത് നേരെ പിടിച്ചു. അപ്പൊ ആ ബോൾ എന്തായി? നിശ്ചലാവസ്ഥയിലായി. അപ്പൊ ചലിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഇവിടെ നടന്നത്? ആദ്യം ഈ ബോൾ ഇവിടെ നിശ്ചലാവസ്ഥയിലായിരുന്നു, അതിനൊരു ബലം കൊടുത്തപ്പോൾ അത് ചലനാവസ്ഥയിലാക്കി. ചലനാവസ്ഥയിലുള്ള ഒരു ബോളിന് ഇവള് വീണ്ടും ഒരു ബലം കൊടുത്തപ്പോൾ അതെന്തായി? അത് ദിശ മാറിപ്പോയി. ആ ദിശ മാറിയ ബോളിനെ വീണ്ടും എന്താക്കി? നിശ്ചലാവസ്ഥയിൽ ചലിക്കുന്ന ഈ ബോളിനെ നിശ്ചലാവസ്ഥയിലാക്കാൻ വീണ്ടും ഇവൻ എന്ത് കൈ കൊണ്ടൊരു ബലം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? അപ്പോ നമുക്ക് എന്തെല്ലാം മനസ്സിലായി? ഇവിടെ നോക്കുമ്പോ നമുക്ക് എന്താണ് ബലവും ചലനവും എന്ന് പറഞ്ഞാല്, നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും, ആദ്യത്തെ കുട്ടീനെ ആലോചിക്കാം, ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കണം. അതെന്താണ്? ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും നമ്മൾ ഗോൾ കീപ്പറിന്റെ ആലോചിക്കാം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലന വേഗതയിൽ മാറ്റം വരുത്താനും ദിശ മാറ്റാനും ബലം പ്രയോഗിക്കണം. അപ്പോ ചലന വേഗതയിൽ മാറ്റം വരുത്താനും പറ്റും, ദിശ മാറ്റണം, അതായത് മാറ്റം വരുത്താന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പൊ ഈ കുട്ടിക്ക് തോന്നി ഇതിന്റെ കുറച്ചിങ്ങനെ വരണം, ഇതിന്റെ ചലന വേഗത ഇത് കുറച്ച് സ്പീഡ് കുറവാണ്, ഒന്നും കൂടി ആഞ്ഞു തട്ടി നല്ല സ്പീഡില് ദിശ മാറിങ്ങ് പോയി. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ബലം പ്രയോഗിക്കാം. നിശ്ചലാവസ്ഥയിലിരിക്കണ ഈ ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും, ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാനും, അതുപോലെ ചലിക്കുന്ന ഒരു വസ്തുവിന്റെ ദിശ മാറ്റാനും അതിന്റെ വേഗത മാറ്റാനും ഒക്കെ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ബലം പ്രയോഗിക്കണം അല്ലേ. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ നോട്ട്സ് നോക്കാം. അപ്പൊ ഫലവും ചലനവും. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് കൊണ്ട് താഴെ പറയുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്തൊക്കെയാണ്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാൻ, നിലത്ത് വെച്ചിരിക്കുന്ന ഒരു പന്ത് തട്ടുമ്പോൾ അത് ഉരുളാൻ തുടങ്ങുന്നു. ഇവിടെ പന്തിനെ ചലിപ്പിക്കാൻ നമ്മൾ ബലം പ്രയോഗിച്ചു. ഇനി അടുത്തതാണെങ്കിലോ, ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാൻ, വേഗത്തിൽ വരുന്ന ഒരു പന്ത് ഗോൾ കീപ്പർ പിടിച്ചു നിർത്തുന്നത് ബലം ഉപയോഗിച്ചാണ്. അതിന് ഉദാഹരണം കേട്ടോ. ചലന വേഗതയിൽ മാറ്റം വരുത്താൻ, ഇങ്ങനെ സാവധാനം ഉരുളുന്ന പന്തിനെ കൂടുതൽ ശക്തിയായി തട്ടിയാൽ അതിന്റെ വേഗത കൂടും, ഇതിനും ബലം ആവശ്യമാണ്. ഇനി ദിശ മാറ്റാൻ, നേരെ വരുന്ന പന്തിനെ വശങ്ങളിലേക്ക് തട്ടിവിടുമ്പോൾ അതിന്റെ സഞ്ചാര ദിശ മാറുന്നു, ഇതിനും ബലം പ്രയോഗിക്കണം. ചുരുക്കത്തിൽ നമുക്ക് എന്ത് പറയാം?
ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നിർത്താനോ അതിന്റെ വേഗതയിലോ ദിശയിലോ മാറ്റം വരുത്താനോ ബലം പ്രയോഗിക്കണം. എന്തിനൊക്കെയാണ് ബലം വേണ്ടത്? വസ്തുവിനെ ചലിപ്പിക്കാൻ, ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കാൻ, വേഗതയിലോ ദിശയിലോ മാറ്റം വരുത്താൻ. ഇത് ഈ 4 കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് വേണം? ബലം നമ്മൾ അവിടെ പ്രയോഗിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി ഇവിടെ ചലനവും ആരോഗ്യവും തന്നിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഈ ചലനവും ആരോഗ്യം, നമുക്ക് നല്ല ആരോഗ്യം വേണമെങ്കിലേ നമ്മൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം എന്നാ പറയാ ഡോക്ടർമാർ. എന്താണ് അതിന് അങ്ങനെ പറയാൻ കാരണം? അതായത് വ്യായാമം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? അതിപ്പോൾ ജിമ്മിൽ പോയിട്ടാണ് എവിടെ പോയിട്ടാണെങ്കിലും നടത്തം, രാവിലെ എല്ലാവരും നടക്കാൻ പോകൂലേ? അത് എന്തിനാണ്? ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അതെന്താ ഒരു ചലനമല്ലേ നടക്കല്? അതെ, ഇതാ ഇവിടെ ഈ കുട്ടി നോക്ക് വള്ളി ചാടണ്. ഇതെന്താണ്? ഒരു എന്താ പറയാ, വ്യായാമമാണ് അല്ലേ? അതും ഒരു ചലനാണ്, ഒരു വ്യായാമമാണ്. ഇനി ചിലവർ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറയും. അപ്പോൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് എന്താണ്? ചലനമാണ്, വ്യായാമമാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ എന്താ പറയാ, എപ്പോഴും ഒരു ഭാഗത്ത് ഫോണിലോ ടാബിലോ നോക്കിയിട്ട് ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കാൻ പാടില്ല. എല്ലാവരും എന്ത് വേണം? ഓടിച്ചാടി നടക്കണം അല്ലേ? നമുക്ക് വ്യായാമം വേണം അല്ലേ? വ്യായാമം എന്താണ്? ചലനമാണ് അല്ലേ? എന്നാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ ആരോഗ്യവും ചലനവും തമ്മിൽ നല്ല എന്താണ് അടുത്ത ബന്ധമുണ്ട്. ഇനി അടുത്തത് ബലം ഒരിടത്ത്, ചലനം മറ്റൊരിടത്ത്. അതെങ്ങനെ? ബലം നമ്മൾ ഒരു സ്ഥലത്ത് ബലം കൊടുക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ചലിക്കാം. ഇതെന്താ അത് കഥ അല്ലേ? ഈ സൈക്കിൾ കണ്ടില്ലേ? സൈക്കിളിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിലപ്പോ എന്താ പറയാ ഒരു കടങ്കഥ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ്? നമ്മള് ഒരു വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ ഓടുന്നൊക്കെ കിട്ടുന്നതായിരിക്കും അല്ലേ? നമ്മൾ ബലം കൊടുക്കണ എവിടെയാണ്? നമ്മൾ ബലം കൊടുക്കുക ഈ പെഡലിലാണ് അല്ലേ? ശരിക്കും സൈക്കിളിന്റെ ഭാഗങ്ങൾ, വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സൈക്കിളിന് അവിടെ സീറ്റ് ഉണ്ട്, ഇവിടെ ബ്രേക്കും ഇതൊക്കെ ഉണ്ട്, ഹാൻഡിലുണ്ട്, ഇവിടെ പെഡലുണ്ട്, നമ്മൾ ചവിട്ടണ ഭാഗമല്ലേ പെഡലുണ്ട്. അതുപോലെ ഇതാ ഇവിടെ ഒരു ചക്രം, ഇവിടെ ഇതാ ഈ ഒരു ചക്രം, ഈ ഒരു ചക്രം, ഇതിന്റെ ഇടയിൽ ഒരു ചങ്ങല ഉണ്ടല്ലോ. പിന്നെ ചക്രങ്ങളുണ്ട്. ഇതൊക്കെയാണ് സൈക്കിളിന്റെ വിവിധ ഭാഗങ്ങളല്ലേ? ഈ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ, അവരുടെ എന്താ പറയാ ഫങ്ഷൻസ് ഉണ്ട്, അതിന്റെ ധർമ്മങ്ങളുണ്ട്. അപ്പോൾ സൈക്കിൾ നമ്മൾ ബലം കൊടുക്കുക എവിടെയാണ്? നമ്മുടെ നമ്മൾ ഈ പെഡലിലാണ് ബലം കൊടുക്കുക അല്ലേ? അപ്പോൾ സൈക്കിൾ എന്തുകൊണ്ട്? ഈ ചക്രങ്ങൾ ചലിക്കും. നമ്മൾ പെഡലിൽ ബലം കൊടുക്കുമ്പോൾ ചക്രങ്ങൾ ചലിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, അത് നമുക്ക് പൂരിപ്പിച്ച് നോക്കാം. ഓരോ ഭാഗം, സൈക്കിളിന്റെ ഭാഗം ആദ്യം എന്ത് തന്നിട്ടുണ്ട്? പെഡൽ തന്നിട്ടുണ്ട്. പെഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചവിട്ടുന്ന ഭാഗം അല്ലേ? അതിന്റെ ചലനം എങ്ങനെയുള്ള ഭാഗമാണ്? ആ ചലനം നമുക്കറിയാം, ഭ്രമണ ചലനം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവിധ ചലനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഭ്രമണ ചലനം. ഇനി വലിയ പൽചക്രവും ചെറിയ പൽചക്രം. എന്താണ് പൽചക്രം എന്ന് അറിയാത്തവർക്ക് ഇവിടെ വീണ്ടും ഒരു ചിത്രം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചക്രങ്ങൾ ഇങ്ങനെ സൈക്കിൾ കണ്ടിട്ടില്ലേ? ഇതാണ് നോക്ക്. ഇതിന് എന്താ പൽചക്രം എന്ന് പറയാൻ കാരണം, ഇവിടെ ഇതിന്റെ കുറേ പല്ലുകൾ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ വലുതൊന്നുണ്ട്, ചെറുതൊന്നുണ്ട്. ഇവിടെ ചെറുതൊന്നുണ്ട്. നമ്മളെ പെഡൽ ഇവിടെ ആയിട്ടുണ്ടാവുക. നമ്മൾ പെഡലിൽ ആ ബലം കൊടുക്കുമ്പോൾ ആ ബലം ഈ വലിയ പൽചക്രത്തിലെത്തി. ആ വലിയ പൽചക്രത്തിന്റെ ആ ബലം ഈ ചങ്ങല ഇങ്ങനെ കറങ്ങുമ്പോൾ ആ ചങ്ങലയുടെ കൂടെ ഈ ചെറിയ പൽചക്രത്തെത്തി. ഇങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കേണ്ടത് ആ പൽചക്രത്തിലെ ചലനം ഏത് ചലനാണെന്നാണ് ചോദിക്കേണ്ടത്. ഏതാണ് പൽചക്രം? എങ്ങനെയാണ് കറങ്ങണേ? വട്ടത്തിൽ തന്നെയാണ് കറങ്ങണത് അല്ലേ? അപ്പൊ അതും എന്താണ്? ഭ്രമണ ചലനമാണ്. ഭ്രമണ ചലനം. ഇനി ചെറിയ പൽചക്രാണെങ്കിലോ അതും അതുപോലെ തന്നെയാണ്. അതും എന്താണ്? ഭ്രമണ ചലനം തന്നെയാണ്. ഭ്രമണ ചലനം. ഇനി ചെയിൻ എന്താണ്? അതിന്റെ ചങ്ങലല്ലേ? ഈ ചങ്ങലതിനെ ഈ 2 പൽചക്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ചെയിൻ, അതിന്റെ ചലനം എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ വർത്തുള്ള ചലനം എന്ന് പറയാം, അല്ലെങ്കിൽ നേർരേഖാ ചലനം എന്ന് പറയാം. എങ്ങനെ വേണമെങ്കിൽ പറയാം നേർരേഖാ ചലനം. ഇനി അടുത്തത് വീലുകൾ എന്ന് പറയുന്നതാണ് ചക്രങ്ങൾ അല്ലേ? 2 ചക്രങ്ങൾ. എങ്ങനെയാണ്? അത് വട്ടത്തിലാണ് കറങ്ങണത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഭ്രമണ ചലനം എന്ന് പറയാം. അപ്പോൾ ഇതാണ് സൈക്കിളിലെ വിവിധ ഭാഗങ്ങളും അതിന്റെ ചലനങ്ങളും. ഇനി നമ്മള് പെഡലിൽ ബലം കൊടുക്കുകയാണ്. അപ്പൊ കറങ്ങണ ഭാഗം ഏതാണ്? ചക്രങ്ങളാണ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മൾ ഒരിടത്ത് ബലം കൊടുക്കുക, മറ്റൊരിടത്ത് ചലനം. അതിന് ഉദാഹരണമാണ് എന്ത്? അതിന് ഉദാഹരണമാണ് നമ്മുടെ
സൈക്കിൾ നമ്മൾ ഒരിടത്ത് ബലം കൊടുക്കും, ഒരിടത്ത് ചലിക്കും. ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് ചെറിയൊരു എന്താ പറയുക, നിങ്ങൾ റബ്ബർ ബാൻഡും അടപ്പുകളൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക ചെറിയൊരു പരീക്ഷണം പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് എന്താ പറയുക ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഞാനത് പറയണില്ല. അപ്പോൾ ഏതിനിപ്പോൾ നിങ്ങൾ എന്താണ് ഈ ആൺകുട്ടികളൊക്കെ അറിയായിരിക്കും, അതായത് മിക്കവാർക്കും അവർക്കായിരിക്കും ഈ മെക്കാനിക്കിൻ്റെ പണിയൊക്കെ ഇഷ്ടമുണ്ടാവുക. അതായത് വല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അഴിച്ചിട്ടും സ്ക്രൂ ഡ്രൈവർ അതൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ കളിയൊക്കെ അവർക്കായിരിക്കും അല്ലേ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ യന്ത്രങ്ങളോ അല്ലെങ്കിൽ വണ്ടിയുടെ വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ പൽചക്രങ്ങൾ കാണാം അല്ലേ. ഇങ്ങനെയുള്ള കുറേ ചക്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പലവരും പല സമയത്തും വർക്ക്ഷോപ്പിലൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പൽചക്രങ്ങൾ അതിന് ഇംഗ്ലീഷ് കേട്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഈ പൽചക്രങ്ങൾ എന്നൊക്കെ പറയുന്നേക്കാളും ഗിയർ കേട്ടിട്ടില്ലേ, വണ്ടിയുടെ ഗിയർ മാറ്റുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. എന്താണ് എങ്ങനെ നമ്മൾ ഗിയർ നമുക്കറിയാം, ഒന്നിലും രണ്ടിലൊക്കെ ഇട്ട് നമ്മൾ വണ്ടി വിടില്ലേ അല്ല എന്താണ്. അപ്പോൾ ഈ ഗിയറിൻ്റെ ഫങ്ഷൻ ധർമ്മം എന്താണ് നമ്മൾ ഗിയർ ഉപയോഗിക്കുന്നത്? നമ്മൾ സ്പീഡ് കൂട്ടാനും, അതായത് വണ്ടിയുടെ വേഗത കൂട്ടാനും വേഗത കുറയ്ക്കാനൊക്കെ അല്ലേ നമ്മൾ ഗിയർ മാറ്റുക ആണല്ലോ, സാധാരണ കാറിലോ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആ പൽചക്രങ്ങളാണ് ഈ വേഗത കൂട്ടാനും കുറയ്ക്കാനും നമ്മളെ സഹായിക്കണത്. അതെങ്ങനെയാണ് ഈ പൽചക്രങ്ങൾ ഇതിന് സഹായിക്കുന്നത്? അതായത് ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ, ഈ ഒരു ചിത്രത്തിൽ നോക്ക്, ഇവിടെ നോക്ക്. ആദ്യം നമ്മൾ വലിയ പൽചക്രത്തിൽ ആദ്യം ബലം കൊടുക്കുകയാണെങ്കിൽ ഈ വലിയ പൽചക്രം എന്താണ് ബലം, അതായത് സ്പീഡ് കൂട്ടുകയാണ് ചെയ്യാം. ചെറിയ പൽചക്രത്തിലാണെങ്കിൽ അവിടെ എന്താണ് ചെറിയ പൽചക്രം വേഗത കുറയ്ക്കുകയാണ് ചെയ്യാം. ആദ്യം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഈ പിക്ചർ നോക്കുക കേട്ടോ. ഈ പിക്ചറിൽ വലിയ പൽചക്രം ഉപയോഗിച്ചിട്ട് ചെറിയ പൽചക്രത്തെ കറക്കുകയാണ്. ആദ്യം ഇത് ഉപയോഗിക്കുക, അതായത് ഈ വലുത് ഉപയോഗിച്ചിട്ട് ചെറുതിനെ കറക്കുക. വലുത് ആദ്യം നമ്മൾ കറക്കി വിടും, ആ ബലത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ ചെറുത് കറങ്ങും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യുക, അപ്പൊ വേഗത കൂടാണ്. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്, വേഗത കൂടുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെറിയ പൽചക്രം എന്ന് പറഞ്ഞാൽ അതിന്റെ കുഞ്ഞ് കറക്കല, അതായത് കുഞ്ഞ് ഒരു ബലം ഇങ്ങോട്ടായി, ആ ബലം ഇങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പൊ എന്താവാ, ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രത്തെ കറക്കണം നമ്മള്. അപ്പൊ എന്താണ് വേഗത കുറയുക. ശ്രദ്ധിക്കണേ, വലുത് ഉപയോഗിച്ച് ചെറുതിനെ കറക്കുക. ആദ്യം വലുത്, ആ വലുത് ഉപയോഗിച്ചിട്ട് ചെറുതിനെ കറക്കുക. അപ്പൊ എന്താണ് വലുത് ആദ്യമല്ലേ, അപ്പൊ വലുത്, അപ്പൊ വേഗത കൂടി എന്നാലോചിക്കാം. ഇവിടെ ചെറുത് ഉപയോഗിച്ചിട്ട് വലുതിനെ കറക്കുക. ഈ വലുതിനെ കറക്കാൻ കുറെ ആവുമോ ആലോചിച്ചേക്ക്. ചെറിയ കുഞ്ഞു ചക്രം അതിന് ചെറുതായിട്ടേ കറക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് അവിടെ വേഗത കുറയാണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. വലിയ ചക്രം, ചെറിയ കുഞ്ഞു ചക്രം ഷൂറിന് സ്പീഡിൽ കറക്കാൻ പറ്റും. അപ്പൊ അവിടെ വേഗത കൂടി. ചെറിയ കുഞ്ഞു ചക്രം അത് വലിയൊരു ചക്രത്തിന് കറക്കുമ്പോൾ അതിനാവില്ല, ഭയങ്കര സ്പീഡിൽ കറക്കി കൊടുക്കാനാവില്ല. അപ്പൊ എന്താണ് അത് വേഗത കുറയ്ക്കുകയാണ് ചെയ്യാം. അപ്പൊ രണ്ടും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ നോട്ട്സും കൂടി നോക്കാം. ഇനി പൽചക്രങ്ങളും വേഗതയും. യന്ത്രങ്ങളിലും വാഹനങ്ങളിലും പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത് വേഗതയിൽ വ്യത്യാസം വരുത്താനാണ്. മനസ്സിലായോ? എന്തിനാണ് പൽചക്രം ഉപയോഗിക്കുന്നത്? വേഗതയിൽ വ്യത്യാസം വരുത്താൻ. വേഗത കൂട്ടാനാണെങ്കിൽ വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രത്തെ കറക്കുമ്പോൾ വേഗത കൂടും. വേഗത കുറയ്ക്കാനാണെങ്കിലോ ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രത്തെ കറക്കുമ്പോൾ വേഗത കുറയുന്നു. അതോടെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാണ്, ഫിനിഷ് ആയില്ലേ. ഇനി നമുക്ക് ഇതിന്റെ വിലയിരുത്താൻ ഭാഗമാണ് നോക്കേണ്ടത്. അതും കൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? തെറ്റായവ തിരുത്തി എഴുതണം. ഒന്നാമത്തത്, വസ്തുവിന്റെ ചലനവേഗം വർദ്ധിപ്പിക്കുന്നതിനും കുറയ്ക്കുന്നതിനും ബലം പ്രയോഗിക്കണം. ശരിയാണല്ലോ, അത് ശരിയായ പ്രസ്താവനയാണ് അല്ലെ. വേഗം കൂട്ടുന്നതിന് മാത്രമാണ് പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇപ്പൊ പറഞ്ഞതാണ് അല്ലെ. വേഗം കൂട്ടാൻ മാത്രമാണോ പൽചക്രം ഉപയോഗിക്കുന്നത്? അല്ല. അപ്പൊ നമുക്കതിന്റെ ഉത്തരം എങ്ങനെ എഴുതാം? അപ്പൊ ആദ്യത്തെ ശരിയാണ്, വേഗം. ഇത് തെറ്റായ പ്രസ്താവനയാണ്. എങ്ങനെ നമുക്ക് തിരുത്താം? വേഗം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയാം. ഇനി അടുത്തത്,
ഭൂമിയിൽ നിശ്ചലമാണെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട്. എന്താണ് ഇത്? ശരിയായ പ്രസ്താവനയാണ് അല്ലെ. ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ അതിനുള്ള എല്ലാ സകല വസ്തുക്കളും ചലനാവസ്ഥയിലാണ് എന്ന് പറയാം. ഇനി അടുത്തത്, ക്ലോക്കിലെ സൂചി തിരിയുന്നത് നേർരേഖാചലനമാണ്. അപ്പൊ നമുക്ക് വേറെ ക്ലോക്കിലെ സൂചി ആലോചിക്കട്ടോ. സൂചി ഇങ്ങനെ നേർരേഖയാണോ ചലിക്കുന്നത്? അല്ല. ഇതെന്താണ്? ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഇങ്ങനെ നമുക്ക് തിരുത്താം. ക്ലോക്കിലെ സൂചിയുടെ ചലനം ഭ്രമണ ചലനമാണ് എന്ന് പറയാം അല്ലെ. ഇനി അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ചലനങ്ങൾ പരിശോധിക്കൂ. ഇവയിൽ ഏതെങ്കിലും ചലനം വ്യത്യസ്തമായതുണ്ടോ? എന്തുകൊണ്ട്? ഊഞ്ഞാലിന്റെ ചലനം, തൊട്ടിലിന്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ട്യൂണിംഗ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം. അപ്പോൾ ഇവിടെ ഓരോന്നും നിങ്ങൾക്ക് അറിയാം. എന്താണ് ഊഞ്ഞാൽ എന്താണെന്ന് അറിയാം, തൊട്ടിൽ നമുക്കറിയാം, കുട്ടികളെ തൊട്ടിലാട്ടില്. ക്ലോക്കിലെ പെൻഡുലം അറിയില്ലേ? പെൻഡുലം ഇങ്ങനെയുള്ള ആ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്നത്. യെസ്, പെൻഡുലം അറിയാം. അതുപോലെ ട്യൂണിംഗ് ഫോർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്താണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഉത്തരം എന്താന്ന് നോക്കാം. അപ്പോൾ ഇവയിൽ ട്യൂണിംഗ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കാരണം ഊഞ്ഞാൽ, തൊട്ടിൽ, ക്ലോക്കിലെ പെൻഡുലം എന്നിവയുടെ ചലനം ദോലനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള ചലനത്തിന് നമുക്ക് എന്ത് പറയാം? ദോലന ചലനമാണ് അറിയാലേ. എന്നാൽ ട്യൂണിംഗ് ഫോർക്കിലെ ഭുജങ്ങളുടെ ചലനം വളരെ വേഗതയിലുള്ള ദോലനമായതിനാൽ അതെന്താണ്? അതിനെ കമ്പനം. എന്താ വിളിക്കുക? നമ്മൾ വളരെ വേഗതയിലുള്ള ദോലനത്തെ നമ്മൾ എന്താ വിളിക്കുക? കമ്പനം എന്ന് വിളിക്കുന്നു പറഞ്ഞു അല്ലെ. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, സ്കെയിൽ ഉപയോഗിച്ച് നേർരേഖ വരയ്ക്കുന്നു. ആ സമയത്ത് പേനയുടെ ചലനത്തിന് സമാനമായ ചലനം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? അല്ല, ഉത്തരം ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ഇതാ, വാഹനം. അതായത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് പേനയും കൊണ്ട് അങ്ങനെ നേർരേഖ വരച്ചു. ഇത് നേർരേഖയല്ല, നേർരേഖ വരച്ചു, ഇങ്ങനെ വരച്ചു. അപ്പോൾ ആ നേർരേഖ പോലുള്ള ചലനം ഏതാണ്? വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം. വാഹനത്തിലെ വൈപ്പറിന്റെ ചലനം നേർരേഖ ചലനമാണോ? അല്ല അല്ലെ. അതെങ്ങനെയാണ്? അത് ഇങ്ങനെയല്ലേ ചലിക്കുക. അപ്പൊ അത് നേർരേഖ ചലനം അല്ല. വൃത്തം വരയ്ക്കുമ്പോൾ കോമ്പസിന്റെ ചലനം എന്താണ്? അതിന്റെ ഭാഗം ഇങ്ങനെ പെട്ടെന്ന് വരയ്ക്കണം അല്ലെ. ലിഫ്റ്റിലെ ചലനം, ലിഫ്റ്റ് എങ്ങനെയായിട്ട് മുകളിലേക്ക് താഴെ ഇങ്ങനെ ലിഫ്റ്റിന്. എറിയുന്ന കല്ല് പെടുന്ന എറിയാണ് ഇങ്ങനെയാണ് പോകും. അപ്പൊ അത് നേർരേഖാ ചലനമല്ല. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന അതേ ചലനം ആരാണ്? നമുക്ക് ഈ ലിഫ്റ്റിലെ ചലനം പോലെയാണ് അത് തോന്നുക അല്ലെ. അപ്പൊ നമുക്ക് പറയാം ലിഫ്റ്റിലെ ചലനമാണ് ശരിയായ ഉത്തരം. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോഴുള്ള പേനയുടെ ചലനം ഇത് ഒരു നേർരേഖാ ചലനമാണ്. അതായത് ഒരു നേർരേഖയിലൂടെയുള്ള മാറ്റം. ലിഫ്റ്റിന്റെ ചലനം, ലിഫ്റ്റും ഒരു നേർരേഖയിലൂടെ മുകളിലേക്കും താഴേക്കും ചലിക്കുന്ന ഒന്നാണ്. അതിനാൽ ഇതാണ് ഏറ്റവും അനുയോജ്യമായ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്തായി? ശുഭം. നമ്മുടെ പാഠം ഇതോടെ തീരുകയാണ്. പിന്നെ കുറച്ച് തുടർ പ്രവർത്തനങ്ങളും കൂടെ ആയിട്ട് ഈ പാഠം തീർന്നു പോയി. പിന്നെ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കാനുള്ള പാഠമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ പാഠമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്നുണ്ടെങ്കിൽ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കുട്ടികളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് സന്തോഷത്തിന് വേണ്ടിയിട്ട് രേഖപ്പെടുത്താം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.